ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രധാന NBFC കുറിച്ചാണ്, അതായത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 30,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ കിട്ടുന്ന ഒരു കിഡിലം NBFC കുറിച്ചാണ് നമ്മളിത് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ നമ്മുടെ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട്, സാർ ഞാൻ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ SBയിൽ അല്ലെങ്കിൽ HDFCയിൽ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് 20,000 രൂപ സാലറി ചോദിച്ചു. എനിക്ക് സാലറി 12 ഉള്ളൂ, അല്ലെങ്കിൽ 13 ഉള്ളൂ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിൽ ചെന്നപ്പോൾ അവർക്ക് സാലറി 25 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സാലറി 12-നും 20-നും ഇടയിലാണ് സാലറി ഉള്ളത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 12,000 രൂപയിലും 20,000 രൂപയിലും, 20,000 മീൻസ് 20,000-ന് മുകളിലും ചെയ്യും. ഞാൻ നോർമലി പറഞ്ഞത് ഒരു 12-നും 20-നും ഇടയിൽ സാലറി ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ലോൺ കിട്ടുന്ന, പേഴ്സണൽ ലോൺ ലഭിക്കുന്ന ഒരു കിഡിലം ആപ്ലിക്കേഷനാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന എലിജിബിലിറ്റി ഇല്ലാത്തവർ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകണം. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും. അതുകൊണ്ടാണ് 12,000 രൂപ സാലറി ഇല്ലാത്തവർ, നെറ്റ് സാലറി 12,000 രൂപ ഇല്ലാത്തവർ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ സിബിൽ സ്കോർ 650 വേണം. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ചെക്ക് ബൗൺസോ EMI ഒന്നും വരാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് കിട്ടില്ല. നിങ്ങൾ വെറുതെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യരുത്. പിന്നെ സാലറി ബാങ്ക് വഴി തന്നെ ട്രാൻസ്ഫർ ആയിരിക്കണം. ചെക്കോ ക്യാഷോ ഒന്നും ഇവർ ചെയ്യില്ല. NBFCയോ അല്ലെങ്കിൽ അങ്ങനെ IMPSോ അങ്ങനെ ഏതെങ്കിലും ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തായിരിക്കണം. ഫുൾ ടൈം എംപ്ലോയി ആയിരിക്കണം. ഓക്കെ, ഈ പാർട്ട് ടൈം ടീംസൊന്നും ദയവേദി ഇത് ചെയ്യാൻ നിൽക്കരുത്, കിട്ടില്ല. പിന്നെ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ചെയ്യാം. കേരള, തമിഴ്നാട്, അങ്ങനെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് സംസ്ഥാനങ്ങളല്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അവർക്ക് നെഗറ്റീവായിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഹൗസ് വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. എന്നാൽ റെയർ കേസിൽ മാത്രമേ ഇവിടെ വെരിഫിക്കേഷൻ ഉള്ളൂ. റെയർ കേസ് എന്ന് വെച്ചാൽ നമ്മൾ സിബിൽ ചെയ്യിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സൈറ്റിൽ ഒരുപാട് അഡ്രസ്സ് ഇങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആകും. അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ അവർ ഹൗസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ നിലവിലുള്ള എന്തെങ്കിലും EMI ഉണ്ടെങ്കിൽ സാലറിയുടെ പകുതിയിൽ കൂടുതൽ വരാൻ പാടില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 12,000 രൂപ സാലറിയാണ്, നിങ്ങൾക്ക് 6,000-6,001 മുകളിൽ നിങ്ങൾക്ക് EMI ഉണ്ടെങ്കിൽ അവർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ച് അവർ അപ്ഡേഷൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാരണ്ടറിൻ്റെ ആവശ്യമില്ല. മുമ്പ് ഗ്യാരണ്ടർ, അതായത് വീട്ടിലുള്ള ആരുടെയെങ്കിലും ബ്ലഡ് റിലേഷനിൽപ്പെട്ട അമ്മ, അച്ഛൻ, അങ്ങനെ ആരുടെയെങ്കിലും ഒരാളുടെ ആധാർ കാർഡും പാൻ കാർഡും ഡീറ്റെയിൽസൊക്കെ വേണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കാണുന്നത് ചില ആൾക്കാർ ഫില്ല് ചെയ്യുന്ന സമയത്തെ അവർ റിജക്റ്റ് ചെയ്ത് വിടും. അതിന് കാരണം നിങ്ങൾ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂ ആണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ ദയവീത് ഫില്ല് ചെയ്യാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 12,000 രൂപ സാലറി ഇല്ലാത്തവർ, ബാങ്ക് വഴി സാലറി വരാത്തവർ, സിബിൽ ഇഷ്യൂ ഉള്ളവർ, അങ്ങനെയുള്ളവരൊന്നും അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട, കിട്ടില്ല. വെറുതെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് ഉള്ള സിബിൽ സ്കോറും കൂടെ കുറയുക മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കത് ഫില്ല് ചെയ്യുന്ന കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇനി മെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ പാൻ നമ്പർ കൊടുക്കുക. ഇതൊക്കെ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ പാൻ കാർഡിലുള്ള പേരിൽ അവിടെ മീൻസ് ആ ഒരു നെയിം വന്നിട്ടുണ്ട്. ഇനി നെയിം ഇറ്റ് ഗെറ്റ്സ് ഓട്ടോ ഫിൽ ബേസ്ഡ് ഓൺ പാൻ ഡീറ്റെയിൽസ് പ്രൊവൈഡ്. അത് മുകളിലത്തെ നമ്പർ ആ പാൻ നമ്പറിനെ ബേസ് ചെയ്ത് അവിടെ ഓട്ടോമാറ്റിക്കലി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇത് പ്രൈവറ്റ് ലിമിറ്റഡ്, പബ്ലിക് ലിമിറ്റഡ്, ഗവൺമെൻറ് ഫേം, ഇതെല്ലാം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പ്രൊപ്പറേറ്റർഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് കൊടുക്കുക. നിങ്ങൾ പാർട്ണർഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കൊടുക്കുക. ബാക്കി ഗവൺമെൻറ്, പബ്ലിക് ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ് കുഴപ്പമില്ല. മന്ത്ലി ഇൻഹാൻസ് സാലറി 12,000 രൂപയും അതിന് മുകളിലും വേണം. മോഡ് ഓഫ് സാലറി മസ്റ്റായിട്ടും ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. ചെക്കോ ക്യാഷോ അവർ ചെയ്യില്ല. നിങ്ങൾ ഇനി ചെക്കിലാണോ ക്യാഷിലാണോ നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഒന്ന് കൊടുത്താലും അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിയല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്ത് കളയും. ബാങ്ക് അക്കൗണ്ടിന് കൊടുക്കുക. കറണ്ട് റെസിഡൻസ് പിൻകോഡ്, നിങ്ങളുടെ പിൻകോഡ് ഇവിടെ കൊടുക്കുക. ഇതെല്ലാ പിൻകോഡിലും അവർ ചെയ്യുന്നതാണ്. ഇനി എത്രയാണോ ലോൺ എമൗണ്ട് വേണ്ടത് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ നമ്മളുടെ എലിജിബിലിറ്റി ബേസ് ചെയ്ത് മാത്രമേ അവർ തരികയുള്ളൂ. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. ഇനി കസ്റ്റമേഴ്സ് പ്രിഫേർഡിങ് റീഡിംഗ് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. തമിഴുണ്ട്, മലയാളമില്ല, ഇംഗ്ലീഷ് നമുക്ക് കൊടുക്കാം. ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് ഓഫ് ദി കസ്റ്റമർ ഇൻ മന്ത്സ്, ഇതെല്ലാവർക്കും ഞാൻ പണ്ടേ പറയുന്ന കാര്യമാണ്, തെറ്റിപ്പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മന്ത്ലി എക്സ്പീരിയൻസ് ആണ് കൊടുക്കാനുള്ളത്. വർഷത്തിലുള്ളതല്ല. വർഷത്തിൽ കൊടുക്കുകയാണെങ്കിൽ റിജക്റ്റായി പോകും. പിന്നെ അത് ഫില്ല് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ 12 മാസം എന്ന് കൊടുക്കുക. 2 വർഷമാണെങ്കിൽ ഇവിടെ 24 എന്ന് കൊടുക്കുക. കറണ്ട് മന്ത്ലി EMI ഓഫ് ദി കസ്റ്റമർ, എന്തെങ്കിലും EMI പോകുന്നെങ്കിൽ ആ EMI കൊടുക്കുക, ഇല്ലെങ്കിൽ 0 എന്ന് തന്നെ കൊടുക്കുക.
ഇനി ഡസ് ദ കസ്റ്റമർ ഹാവ് എനി ഡിലേ ഇൻ ലോൺ ഇൻ ഫാസ്റ്റ് 1 ഇയർ? ഇത് ചില ആൾക്കാർ വായിക്കാതെ യെസ് എന്ന് കൊടുക്കും. അത് അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്ത് കളയും. അത് ചോദിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്തെങ്കിലും EMI പെൻഡിങ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ നോ എന്ന് തന്നെ കൊടുക്കാം. ഇനി നമ്മൾ നോ എന്ന് കൊടുത്ത് അവിടെ ഉണ്ടെങ്കിൽ അവരത് പിന്നീട് റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കുക. ഇനി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആണ്. ഇത് സിമ്പിളാണ്. നിങ്ങളൊന്ന് മീൻസ് വേറെ ഒന്നും പറയേണ്ട. ഈ ക്ലിക്ക് ഹിയറിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ KYCയിൽ പോകും. അത് ഇവിടെ അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് ആദ്യമേ പാൻ കാർഡ്, പിന്നെ ആധാർ കാർഡ് ഇത് അപ്ലോഡ് ചെയ്തിട്ട് പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കുക. പിന്നെ മീൻസ് നിങ്ങളുടെ ഇമേജ്, നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ സാലറി സ്ലിപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എല്ലാം അങ്ങനെ തന്നെയാണ്. സാലറി സ്ലിപ്പ് കാര്യങ്ങളെല്ലാം കമ്പനി നെയിം ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ. ഇനി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലും അവിടെ കസ്റ്റമർ കമ്പനി നെയിം കാര്യങ്ങളെല്ലാം കൊടുക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാം, ഓപ്ഷൻസ് ഉണ്ട്. ഫോട്ടോ അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി സ്റ്റേറ്റ്മെൻറ്റിൽ പാസ്വേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാരണം ഒരുപാട് പേർക്ക് നമുക്കറിയാം ഒരു SDFCയിലോ ICICIയിലോ അങ്ങനെ ഏതെങ്കിലും ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ ഇവിടെ അക്കൗണ്ട് ഇല്ലെങ്കിൽ 25 രൂപ സാലറി വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ ചെല്ലുന്നതാണ്, പിന്നെ ടൈമും പോവും, നിങ്ങൾ ഒരുപാട് ബാങ്ക് അന്വേഷിച്ച് നടക്കും. അപ്പോൾ 12,000 രൂപ സാലറിയിൽ പേഴ്സണൽ ലോൺ ചെയ്യുന്ന വളരെ വിരളമായിട്ടുള്ള ഒരു ബാങ്കുകൾ, ഒരു NBFCയിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വോൾട്ടേജ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ലോൺ എടുക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.